ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷാപ്പിലായിട്ടാണ്. കാര്യം കുറേ നാൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ പപ്പ മരിച്ചുകൊണ്ട് ആ നോമ്പും പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും വെജിറ്റബിളൊക്കെ ആയിരുന്നു കുറേ. അപ്പോൾ സീ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ നമ്മുടെ തുറവൂരാണ് പോണത്. ഞാൻ പോണ റൂട്ട് കാണിച്ചു തരാം. അത്യാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും അത്രയില്ല, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളെല്ലാം. അപ്പം ഞങ്ങൾ ഇറങ്ങി ഫാമിലിയായിട്ട് ഇറങ്ങേണ്ട. ചേട്ടനുണ്ട്, അമ്മയുണ്ട്, ഇച്ചായനുണ്ട്, കൊച്ചുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകണേണ്. പണി ഇപ്പം ടൈം ഒരു 1 മണി ആവാറായി. ഞങ്ങൾ അന്ന് 3 മണിക്ക് എന്താ പോയി. ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ മെയിനായിട്ട് പോകണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകണേണ്. അപ്പം ഞങ്ങൾ ഇറങ്ങി ബുള്ളറ്റിനാണ് ഞങ്ങൾ പോകണം. ഇപ്പം എൻ്റെ വീടാട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്തിരി ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് അവിടെ ചെന്നിട്ട് പോണ വഴി എല്ലാം കാണാം. ഹായ് ഗൈസ്. നല്ല ചൂടാട്ടോ ഇവിടെ. കാര്യം നോക്കി അത്യാവശ്യം നല്ല ചൂടാ. ഇനിയിപ്പോൾ പോണ വഴിയും ചൂടായിരിക്കും. ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരൊക്കെ അത് റെഡിയായി. ആരൊക്കെ ഹായ് പറ. ഹായ് ഗൈസ്. ഹായ്. കുമ്പളങ്ങിന്നാണ് വരുന്നത്. അപ്പോൾ കുമ്പളങ്ങിന്ന് അല്ലെങ്കിൽ തോപ്പുംപടി, ഫോട്ടോച്ചി അങ്ങനെ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ ഇത് എഴുവിനപ്പാലം. ഈ എഴുവിനപ്പാലത്തിലൂടെ ഇപ്പം 2 പേർക്കും വന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് വന്ന വഴിയാണ്. പിന്നെ 3 വഴിയാണ് ഇത് തൊട്ടിൽ. ഒന്ന് കുമ്പളങ്ങി ടച്ച് ചെയ്ത് വരുന്നത്, പിന്നെ കണ്ടക്കടവ് ചെല്ലാനം വഴി വന്നത്, പിന്നെ ചേർത്തല അരൂര് ആ ഭാഗം. അവിടെ തന്നെ ബ്ലോക്കായിരിക്കും. ഇവിടെ അധികം ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. വലിയത്തോട് പാലം കയറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പോകാമല്ലോ. അമ്പലത്തിൻ്റെ മുകളിൽ സൈഡിലൊരു തുറവൂർ, ചേർത്തല, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ ഫേമസ് അമ്പലമാണ്. ഉത്സവം അതൊക്കെ ക്ലിയറായിട്ട് അറിയില്ല. അത്യാവശ്യം ആൾക്കാർ വന്നവർ അല്ലേ ചെയ്യാം. 4 കുളങ്ങര തുറവൂർ. അതല്ലേ അല്ല, നമുക്ക് തുറവൂർ റൂട്ടല്ല കേട്ടോ. ഇതല്ല, ഇത് ഈ റൂട്ട് തന്നെയാണ്. തുറവൂർ റൂട്ട് പോകാതെ നേരെ സ്ട്രൈറ്റ് പോവാം. അപ്പോൾ ഇവിടെ 3 കൂടിയുള്ള ജംഗ്ഷനാണ് ഉള്ളത്. റൈറ്റിലാണ് കേട്ടോ. 3 കൂടിയുള്ള ജംഗ്ഷൻ. അതിൽ നമുക്ക് റൈറ്റിലായിട്ടാണ് പോകേണ്ടത് കേട്ടോ. ഈ റൈറ്റ് റോഡ്. ഇതാണ് നമുക്ക് സ്ഥലത്തിൻ്റെ പേരെന്ത് വെച്ചാൽ പള്ളിത്തോടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമാണെങ്കിൽ ആ പ്ലേസ് ചോദിച്ചാൽ മതി. ഇത് ഇത്തിരി ഞങ്ങൾ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് 2 ഷാപ്പുണ്ട് അവിടെ. മെയിനായിട്ട് 2 ഷാപ്പാണ്. കാര്യം അത്യാവശ്യം നല്ലതാണ്. കാര്യം നമുക്ക് അത്ര റേറ്റോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇവിടെ നിന്ന് ഈ റൂട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡുള്ള ഷാപ്പിലാണ്. മറ്റേത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ 1 പ്രാവശ്യം പോയിട്ടുള്ളൂ. ഇപ്പോൾ ഈ റൂട്ടിൽ നിന്ന് ഞങ്ങൾ 2-3 പ്രാവശ്യം ഞങ്ങൾ ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം ഞങ്ങളുടെ ഫാമിലിക്ക് ഫുള്ള് സീ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ അത്യാവശ്യം നിങ്ങളിപ്പോൾ വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ച സമയത്ത് വന്നാലും നമുക്ക് ഇത്ര വലിയ ചൂട് അലയിച്ച കാറ്റുണ്ട്. അത്യാവശ്യം ഫിഷൊക്കെ പിടിക്കുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ടൗണിൽ ഇപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഒരു റിലാക്സേഷനാണ് ഇവിടെ വരുമ്പോൾ. അത്യാവശ്യം ഇപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല അത്യാവശ്യം കാറ്റും കാര്യങ്ങളും പിന്നെ നമുക്ക് പച്ചപ്പൊക്കെ ഉണ്ടാകുന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ പോകുമ്പോൾ തന്നെ അറിയാം നമുക്ക് പോകുന്ന വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമുക്ക് നടക്കാനുള്ള റൂട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ സൺഡേ കൊണ്ട് ആളുണ്ടാവും. ഞങ്ങൾ പൊതുവെ സാറ്റർഡേ സൺഡേ വരാറില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ വന്നത് അറ്റത്ത് ഇവിടെ എത്തിയിട്ടോ നമ്മളത് കണ്ടോ. അപ്പോൾ ഈ സൈഡ് തന്നെയാണ്. അതായത് റൈറ്റ് സൈഡിൽ വന്നപ്പോൾ റൈറ്റ് സൈഡിലെ ഷാപ്പ് കണ്ടോ. അതാണ്
പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോപ്പുണ്ട്. പക്ഷെ അതിപ്പോൾ ഒരു ക്ലോസ് ഒന്നും പറയണ്ട കേട്ടോ. എന്തായാലും ഞാനവിടെ ഫുഡ് കഴിച്ചിട്ടല്ല എനിക്ക് ഇവിടെ ഇത്തിരി ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പോകുന്നത്. അപ്പോൾ 2 ഷോപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്നത് ഇവിടെയാണ്. അല്ല ആൾക്കാർ നമുക്ക് കാറൊക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്യണം. ബാക്കി ബുള്ളറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയെല്ലാം 2 വീലറെല്ലാം അത്യാവശ്യം വെക്കാൻ സ്ഥലമുണ്ട് അവിടെ. അത്യാവശ്യം ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും മറ്റേ നമ്മളെ കള്ളും കൊണ്ട് ആ ചേട്ടന്മാരുടെ ഒരു സീനൊക്കെ ഉണ്ട്. അത്യാവശ്യം അറിയണ ആൾക്കാർ തന്നെയാണ്. ഞങ്ങളെപ്പോഴും വന്നോണ്ട് ഞങ്ങളറിയാം. നമുക്കിവിടെ ഓർഡർ ചെയ്യാം കേട്ടോ. വിളിച്ച് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. തുറവൂർ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഈ 2 ഷോപ്പ് കാണിക്കും. അപ്പം നമ്മൾ അത്യാവശ്യം അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ കാർഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ നമ്പറും എല്ലാം സെൻഡ് ആക്കിക്കോളാം. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഫുള്ള് വന്നു കേട്ടോ. ഫാമിലിയായിട്ട് ഫുള്ള് വന്ന് നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പം ഞങ്ങൾ സ്ഥിരം സീറ്റ് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ആ ഫാൻ ഇട്ടോ കേട്ടോ ചേട്ടാ, ഫാൻ ഇട്ടോ കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്ഥിരം സീറ്റാണ്. ചേട്ടാ കാർട്ടൻ ഇട്ടോട്ടെ ചേട്ടാ. ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഷട്ടിലെത്തി. ഞങ്ങൾ സ്ഥിരം സീറ്റാണ്. അപ്പോൾ ചായൻ പിന്നെ ചേട്ട പിന്നെ കാണിക്കുന്നത് ഹായ് പറയുമ്പോൾ ഏതൊക്കെ ഹായ് പറഞ്ഞേ ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഫുഡെല്ലാം ഓർഡർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കഴിക്കണം കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം ഫാൻ നമുക്ക് ഫാനുണ്ട്. പിന്നെ നമുക്ക് ഓരോ സെക്ഷനുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് പിന്നെ നമുക്ക് മാത്രമായിട്ട് പേഴ്സണായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇനി കാണാം എന്തൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നൊക്കെ. കൂടുതൽ ഞങ്ങൾ സീ ഫുഡായിരിക്കും. കാര്യം ഞങ്ങൾക്ക് അതാ ഇഷ്ടം. എനിക്കും ഫിഷ് എന്നാണ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ചിക്കനായിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പം എനിക്ക് ചിക്കനോട് താല്പര്യം. കാര്യം ടേസ്റ്റൊക്കെ മാറി. ഇപ്പം എനിക്ക് രണ്ട് ചെമ്മീൻ മീൻ അതൊക്കെ ഭയങ്കര ഇഷ്ടം. തലക്കറി. അപ്പോൾ ഇപ്പം നമ്മളല്ല കുറേ നാളെ ഇപ്പോൾ ഇവരൊക്കെ 2 മാസം ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് നോമ്പ് മുറിച്ചിട്ടാണ്. അതൊരു ഹായ് ഹായ് എപ്പോഴും നല്ല പരിചയപ്പെടുന്നതാണ്. കപ്പ തലക്കറി ചെമ്മീൻ കറി ഓരോന്നോരോന്നെ ഫുഡ് ഇതേ വരുന്നുണ്ട്. പിലോപ്പി ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിലോപ്പി. ഇത് വറുത്തതല്ലേ ചായ വറുത്തിട്ട് വെച്ച സംഭവം. ഇത് സ്പെഷ്യൽ ഇപ്പോൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിലിപ്പ് എനിക്ക് ഫുള്ളായിട്ട് പിന്നെ തലേ ഞാനെടുക്കും. അതാണ് എൻ്റെ കപ്പേൻ്റെ മെയിൻ ഐറ്റം. ചെമ്മീൻ ദോശയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട വേണ്ടതനുസരിച്ച് നമുക്ക് അതാണ് എല്ലാം കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്യണ്ട. വേണ്ട അനുസരിച്ച് ഓർഡർ ചെയ്യാം. ഹായ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം കയ്യിൽ ഇത് കാളാഞ്ചിയാട്ടോ. നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് 250 പീസിന്. ഒരുവിധമൊക്കെ എല്ലാവരും ഓക്കെ ആയിട്ടാ. ഞാൻ മാത്രം അമ്മ ചോദിക്കണേ അതൊക്കെ എങ്ങോട്ട് പോകണം. അതേപോലെ ഞാൻ സീ ഫുഡ് കഴിക്കണം ഭയങ്കര ആളാണ്. എന്നെ ചീത്താക്കുന്നത് ഈ ഇരിക്കുന്ന മനുഷ്യൻ. കാരണം നാളെ ഡയറ്റുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഫുഡ് നമ്മൾ കഴിക്കണം. അത്യാവശ്യം നമ്മൾ ഫുഡും കഴിക്കണം. അത്യാവശ്യം നമ്മൾ ഡയറ്റും ചെയ്യണം. ഞാൻ ഇന്നത്തോടെ എൻ്റെ കലാശ ഫുഡ് തീർന്നു. അതായത്
നാളെ ഡയറ്റ് ആയിരിക്കും ജിമ്മിൽ വർക്കൗട്ട് അങ്ങനെ ജിമ്മിൽ പോകാൻ പറ്റില്ല. നമ്മളെന്ന് വെച്ചാൽ അത് പോയിട്ടില്ല. ഹോസ്പിറ്റൽ കേസും പിന്നെ ഈസ്റ്ററും അങ്ങനെ എല്ലാ പരിപാടികളും പോയിട്ടില്ല. ജിമ്മിന് കഴിഞ്ഞായിട്ട് പോകും. നാളെ ഡയറ്റാണ്. അത്യാവശ്യം ഞാൻ ഇന്നിപ്പോൾ പറ്റില്ല. എൻ്റെ ഡയറ്റ് എങ്ങനെയാണെന്നും അതുകൊണ്ട് ഹെൽത്തിന് ബാധിക്കാത്ത രീതിയിലുള്ള ഡയറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ ഫുഡിനൊക്കെ ഞാൻ 2000 ആയിട്ടാണ്. അത്യാവശ്യം കിലോയ്ക്ക് 3 വാങ്ങി. പിന്നെ കാളാഞ്ചിക്ക് റേറ്റ് കൂടണം. 250. പാലക്കാട് അത്യാവശ്യം കാലി കേട്ടോ. എൻ്റെ ഇത് കുറച്ചും കൂടെ ഉണ്ട്. ഞാനത് ഫിനിഷ് ചെയ്യും. ഞാനങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാം കഴിക്കുള്ളൂ. കുപ്പികളൊക്കെ അധികം കഴിച്ചിട്ടാണ്. അപ്പം അതേ കഴിഞ്ഞു. ലാസ്റ്റത്തെ ഫുഡൊക്കെ അതിനൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്കിപ്പോൾ ടോട്ടൽ എമൗണ്ട് വന്നത് 2000. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എല്ലാം കഴിക്കും. 4 ഫുഡ് ഐറ്റം 5 പേരുണ്ടാകും. കൊച്ചിനെ കൂട്ടി ഞാൻ ഇവിടുത്തെ കിച്ചണും കാര്യങ്ങളും കാണിച്ചു തരാടാ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലീസായിട്ട് വന്നത്. ഹായ്, ഇതാണ് കേട്ടോ മെയിൻ. ഞങ്ങളുടെ അപ്പാപ്പൻ ഏതാണോ പേര് പറ? ലാലു അല്ല. ഇങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ എല്ലാം എത്തിച്ചു അല്ലേ? അപ്പം ഞങ്ങൾ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും വന്നത്. അപ്പം നിങ്ങളൊക്കെ കിച്ചണിലേക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കണം. അതെ അതെ, ഇതാണ് ഫുഡ്. അപ്പം ഇതാണ് നമ്മുടെ കുക്കിംഗ് കേട്ടോ. ഹായ് കുക്ക്, ഇതാണ് മെയിൻ കുക്ക്. അതെ ഹായ് പറ പേര്. ഒരു കൈ തരും ഷെയ്ക്കാലി. ഓക്കെ. അപ്പോൾ ധൃതിയാണ്, കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ധൃതിയിലാണ് ഇവരിപ്പോൾ. ഇവരൊക്കെ ഉണ്ട് ഹെൽപ്പിംഗ് ആയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ പാചകം. ഇപ്പോൾ അല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ കുറേ പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം അമ്മക്കൊക്കെ വന്നോന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾ ഈസ്റ്ററായിട്ട് അങ്ങനെ ഇറങ്ങി. ഓക്കെ, അല്ല ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇനിയും വരാം. ഓക്കെ. അപ്പം മാക്സിമം ഞാൻ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളെല്ലാം സെൻഡ് ആക്കാം. എല്ലാവരും വരിക. അത്യാവശ്യം നല്ല ഫുഡും നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കേട്ടോ. എല്ലാവരും വന്ന് ഇവിടെ വരിക. ഓക്കെ. അപ്പോൾ അതെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വീഡിയോ എടുക്കണം. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങളിപ്പം കുറച്ച് വരാറുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഫ്രഷ് ഫുഡൊക്കെ അല്ലേ? അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇങ്ങനെ വരാം. അവിടെ ഒരു ഫാമിലീസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും അവരൊക്കെ ഭയങ്കര ഹാപ്പിയാട്ടാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വരുമ്പോ അതെ ഇങ്ങനെ അങ്ങനെ കണ്ടാ മതി അല്ലേ? തകർക്കും അങ്ങോട്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എല്ലാവരും വരിക. അപ്പം സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിന്റെ സ്ഥലം പറഞ്ഞ കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞ ഇത് പള്ളിത്തോട് നമ്മൾ നേരെ പടിഞ്ഞോട്ട് വന്ന പള്ളിത്തോട് ബസ് കിടക്കുന്ന റോട്ടിലേക്ക് ബസ്സിലേക്ക്. അപ്പൊ ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് കഴിക്കാം. ഓക്കെ. ഞാനപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഹായ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്കിവിടെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഉച്ച സമയം കൊണ്ടാണ് ആ ഒരു വെയിൽ. ഇപ്പോൾ വൈകിട്ട് ഞങ്ങൾ അന്ന് വന്നപ്പോൾ 3 മണി കഴിഞ്ഞുകൊണ്ട് വെയിലൊക്കെ ഇത്തിരി കുറവായിരുന്നു. അത്യാവശ്യം ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് അത്യാവശ്യം നല്ല രസമായിട്ടാണ്. തന്നെ ഞാൻ പറയാം KSRTC അല്ല, ആ ഒരു മോഡൽ ബസ്സാണിത് കേട്ടോ. പക്ഷേ കാറ്റുണ്ട്. എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് ചൂടൊക്കെ പോയി. അത്യാവശ്യം അവിടെ ഒരു ഇതെല്ലാം വെള്ളത്തിലാട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? നമ്മളിങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് അതിൽ തട്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കണം കണ്ടോ. കാറ്റുണ്ട് കണ്ടോ. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയ്യില്ല ഇറങ്ങും പറയാമല്ലോ. എൻ്റെ മുടി ഇറങ്ങണത് കണ്ടോ. ഹായ്. അപ്പോൾ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സിറ്റി ലൈഫൊക്കെ ചെയ്യണ എപ്പോഴും വർക്ക് ജോലി ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ വന്ന് ഒരു കള്ളൊക്കെ കുടിച്ച് നല്ല സീറ്റ് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം എല്ലാം ഉണ്ട്. ചിക്കനും പോർക്കും പന്നിയും അത്യാവശ്യം റേറ്റൊന്നുമില്ല. കാര്യം ഒരു
ഫിലോപ്പിക്ക് എന്നാൽ 200, 150 അങ്ങനെയാണ് കേട്ടോ കറിക്ക്. കപ്പക്ക് 30, കല്ലിന് 160 അങ്ങനെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വില പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കണോണ്ട് എനിക്ക് ആ റേറ്റ് അറിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അധികം വലിയ റേറ്റ് ഒന്നും ഇല്ല. നമ്മളൊരു കുഴിമന്തി വാങ്ങി കഴിച്ചാൽ അത്രയും രസം തോന്നൂല. അപ്പോൾ ഏതൊക്കെ എങ്ങനെ പാപ്പം തിന്നാ വെച്ച് ഏതൊക്കെ ഹാപ്പിയാണ്. കാരണം ഇവിടെ വരുന്നതുകൊണ്ട് അവനെ അറിയാം ഈ സ്ഥലമൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം. അപ്പോൾ എല്ലാവരും വരിക, കഴിക്കുക. തുറവൂർ നമ്മളെ പള്ളിത്തോടിൻ്റെ പടിഞ്ഞാവശത്ത് ബസ് പോലെ കാണാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഫുഡ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഓർഡർ ചെയ്താട്ടെ. നമുക്ക് വേണ്ട ഇഷ്ടമുള്ള ഫുഡ് ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ അവർ ഏത് ഡേറ്റാന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൽ നമ്മൾ അഡ്വാൻസ് ഇട്ടുകൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തലക്കറി അങ്ങനെയൊക്കെ സ്പെഷ്യൽ വല്ലതും വേണമെന്ന്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഹാപ്പി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ നാളെ ഇത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊന്നും പറയാറില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം എല്ലാ സപ്പോർട്ടും ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോസ് എല്ലാവരും കാണുക. മാക്സിമം എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എൻ്റെ അഭിപ്രായം എന്താ, ഇപ്പോൾ എൻ്റെ കുറവ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റണമെന്ന് കുറേ നിങ്ങൾ പറഞ്ഞനുസരിച്ചല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. എനിക്ക് അത്ര അറിയില്ല. ഞാനിപ്പോൾ ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾ യൂട്യൂബിലായിട്ട് കയറിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ട്. ഇപ്പം എൻ്റെ വീഡിയോസും ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് ചെന്നപ്പോൾ ചിലപ്പോൾ കടൽ അവിടെ പോകും. കാര്യം ഇതിൽ കൂടി നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചത് ആ റൂട്ട് പോയി കഴിഞ്ഞാൽ കടലാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അവിടെയും പ്രസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ. വൈകിട്ട് നമ്മളെ വീട്ടിലോട്ട് പോകുള്ളൂ. പിന്നെ തറവാട്ടിൽ പോകണം. അങ്ങനെ അപ്പോൾ പിന്നെ ഇനി ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളെ ഇനി ഡൈറ്റിങ് കാര്യം സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇനി എല്ലാവരും ഇവിടെ വരുക. എനിക്ക് അഭിപ്രായമൊക്കെ ഇപ്പോൾ കമൻറ്റിൽ ഇടുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ടാറ്റാ. അത്യാവശ്യം ഞാനിപ്പോൾ റിട്ടേൺ പോകണം കേട്ടോ. അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയായിരുന്നു. വെയിൽ, പക്ഷെ വെയിലൊന്നും കാറ്റുള്ളതുകൊണ്ട് ആ വെയിൽ അറിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോകുക. വീട്ടിലോട്ടല്ല, കടലിൽ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകും. അപ്പോൾ അതാണ് ഞങ്ങളുടെ കുമ്പളങ്ങി. അവിടെ മെയിനായിട്ട് ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു വീഡിയോയിൽ സ്പെഷ്യലായിട്ട് അത് കാണിക്കാമെന്നുള്ളത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അത്യാവശ്യം തന്നത്. ഇതൊരു ഐലൻഡാണ്. അവിടെ 2 വീടുണ്ട്. 2 വീടുകൾ. പക്ഷേ കുറേ പേരൊക്കെ ചോദിച്ചിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ അവർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാറ്റ് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നത്. ഫിഷ് ഇരുന്നോ? ഓക്കെ ഓക്കെ. ഒരു ചൂണ്ടേക്ക് ഇടാൻ ആൾക്കാർ വരും കേട്ടോ. എൻ്റെ ചൂണ്ട വന്നാ വണ്ടി 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 വണ്ടി